ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ ശിഷ്യനായി ക്രിസ്തു സുവിശേഷവുമായി AD 52 ഭാരതത്തിൻ്റെ മണ്ണിലെത്തി AD 72 തിരുനിണം ചിന്തി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിട്ട് 1951 ആണ്ടുകൾ തികഞ്ഞു. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 1951 വാർഷികത്തോടനുബന്ധിച്ച് മലങ്കര സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും പരിശുദ്ധ ശ്ലീഹ സ്ഥാപിച്ച നിരണം, നിലയ്ക്കൽ, കൊല്ലം, തിരുവാങ്കോട്, ആർത്താറ്റ് എന്നീ ദേവാലയങ്ങളിലും മുളന്തുരുത്തിപ്പള്ളിയിലും ഭക്തിപുരസ്സരം ആചരിച്ചു. അഭിമന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് കൊടിയേറ്റ് കർമ്മം നടത്തി. നിരണം തോമത്ത് കടവിൽ നിന്നും ആഘോഷമായിട്ടാണ് കൊടിഘോഷയാത്ര പള്ളിയിലെത്തിയത്. രക്തസാക്ഷിത്വ പെരുന്നാളിനോടനുബന്ധിച്ച് ഇടവക കലാമേള ഫാദർ തോമസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ബിപിൻ മാത്യു അധ്യക്ഷത വഹിച്ചു. നിരണം രാജൻ, KB മാത്യു, അബി ഫിലിപ്പ്, എബി വർഗീസ്, ഫിലിപ്പ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഭാരതത്തിൻ്റെ അപ്പോസ്തോലൻ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷീകരണം നടന്ന നിലയ്ക്കൽ പ്രദേശത്ത് മാർത്തോമൻ സ്മൃതി യാത്ര നടത്തപ്പെട്ടു. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ കബറിടത്തിൽ മദ്രാസ് ഭദ്രാസനാധിപൻ അഭിമന്യ ഗീവർഗീസ് മാർ പീലക്സീനോസ് മെത്രാപ്പോലീത്തയും വൈദികരും പ്രാർത്ഥന നടത്തി. വിവിധ ദേവാലയങ്ങളിലെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തയുമായ പരിശുദ്ധ മൊറാൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും അഭിമന്യ പിതാക്കന്മാരും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വാകത്താനം വള്ളിക്കാട്ട് ദേറയിൽ കബറടങ്ങിയിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ രണ്ടാം കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 95-ാം ഓർമ്മ പെരുന്നാൾ ഡിസംബർ 3 മുതൽ 18 വരെ പരിശുദ്ധ സഭ ഭക്തിപുരസ്സരം ആചരിച്ചു. പെരുന്നാളിനോടനുബന്ധിച്ച് കൺവെൻഷൻ, ധ്യാനയോഗങ്ങൾ, യുവജന സംഗമം, ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ശ്രാദ്ധസദ്യ, അനുസ്മരണ പ്രസംഗം, സമീപ സ്കൂളുകളിൽ നിന്ന് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനം എന്നിവ നടത്തപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കോട്ടയം മെത്രാസനത്തിൻ്റെ കലണ്ടർ 2024 സഭയുടെ പഞ്ചാംഗത്തിൻ്റെ ശില്പി മലങ്കരയുടെ രണ്ടാം കാതോലിക്ക ബാവയുടെ ഓർമ്മദിനത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന വള്ളിക്കാട്ട് ദേറയിൽ വച്ച് പ്രകാശനം ചെയ്തു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. കോലഞ്ചേരി MOSC മെഡിക്കൽ മിഷൻ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപക പിതാക്കന്മാരായ അഭിമന്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് മെത്രാപ്പോലീത്തയുടെയും അഭിമന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയുടെയും അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 13 ബുധനാഴ്ച വൈകിട്ട് 3 അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിന് അങ്കമാലി ഭദ്രാസനാധിപനും മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ മിഷൻ വൈസ് പ്രസിഡന്റുമായ അഭിമന്യ യൂഹാനോൻ മാർ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. നാഗ്പൂർ സെൻറ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി മുൻ പ്രിൻസിപ്പൽ റവറൻ ഫാദർ ഡോക്ടർ ബിജേഷ് ഫിലിപ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കർത്താവിൽ നിദ്ര പ്രാപിച്ച മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിലെ സീനിയർ വൈദികനായിരുന്ന വെരി റവറൻ ഡോക്ടർ PS സാമുവേൽ കോറപ്പിസ്കോപ്പയുടെ ശവസംസ്കാര ശുശ്രൂഷ ഡിസംബർ 17 ഞായറാഴ്ച പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെയും അഭിമന്യ തിരുമേനിമാരുടെയും കാർമ്മികത്വത്തിൽ മെഴുവേലി ഹോളി ഇന്നസെൻറ്റ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടത്തപ്പെട്ടു. വന്യ അച്ഛൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി പുതുച്ചേരി മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട N രംഗസ്വാമിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹിസ് മജസ്റ്റി കിങ് ചാൾസ് മൂന്നാമൻ UK കോപ്റ്റിക്സ് ഓർത്തഡോക്സ് സെൻറ്റർ ആസ്ഥാനം സന്ദർശിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ പ്രതിനിധീകരിച്ച് UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ എബ്രഹാം മാർ സ്തേഫാനോസ് തിരുമേനി പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്തു. മലങ്കര സുറിയാനി സഭയുടെ കൽക്കട്ട ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരുന്ന ഭാഗ്യസ്മരണീയനായ സ്തേഫാനോസ് മാർ തേവോദോസിയോസ് തിരുമേനിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച്
പാത്താമുട്ടം സ്തേഫാനോസ് മാർ തേവോദോസിയോസ് മെമ്മോറിയൽ മിഷൻ സെൻ്ററിൽ വനിതാ സംഗമം ഡിസംബർ 16 ശനിയാഴ്ച നടത്തപ്പെട്ടു. റവറൻ ഫാദർ കുര്യാക്കോസ് ഏലിയാസിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പ്രൊഫസർ മേരി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. റവറൻ ഫാദർ PM സക്കറിയ ആശംസ പ്രസംഗം നടത്തി. ശ്രീമതി നിർമ്മല എബ്രഹാം മാർ തേവോദോസിയോസ് തിരുമേനിയെക്കുറിച്ചുള്ള അനുസ്മരണ പ്രസംഗവും അഡ്വക്കേറ്റ് ഡോക്ടർ JC കരിങ്ങാട്ടിൽ മുഖ്യപ്രഭാഷണവും നടത്തി. മിഷൻ സെൻ്റർ ട്രഷറർ ശ്രീ ഷാജി എബ്രഹാം സ്വാഗതവും മിഷൻ സെൻ്റർ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ബിജി C ഫിലിപ്പ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. മിഷൻ സെൻ്ററിൻ്റെ സമീപ ഇടവകകളിൽ നിന്നും മർത്തമറിയ സമാജ അംഗങ്ങൾ ഈ ആഘോഷ ചടങ്ങിൽ സംബന്ധിച്ചു. കർത്താവിൽ നിദ്ര പ്രാപിച്ച മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ സീനിയർ വൈദികനായിരുന്ന റവറൻ ഫാദർ J. പൗലോസ് ഓലിക്കലിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്കാ ബാവയുടെയും അഭിമന്യ തിരുമേനിമാരുടെയും കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. യാക്കോബായ വിഭാഗത്തിലെ അഭിമന്യ എബ്രഹാം മാർ സേവേറിയോസ് മെത്രാപ്പോലീത്ത പങ്കെടുത്ത് പ്രാർത്ഥന നടത്തി. വന്യ അച്ഛൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പരുമല ക്യാൻസർ കെയർ സെൻ്ററിൻ്റെ 7ാമത് വാർഷികത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച സൗജന്യ സ്തനാർബുദ ബോധവൽക്കരണ ക്ലാസിൻ്റെ ഭാഗമായി പരുമല സെൻറ്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെയും മലങ്കര ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസന മർത്തമറിയം സമാജത്തിൻ്റെയും നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ നടത്തപ്പെട്ടു. തിരുവല്ല MLA അഡ്വക്കേറ്റ് ശ്രീ മാത്യു T. തോമസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പരുമല റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ആൻറ്റോ ബേബി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. രാജസ്ഥാൻ ജ്യോതിശാശ്രമം കുയി വില്ലേജിൽ താമസിക്കുന്ന പാവപ്പെട്ട ആദിവാസികൾക്കും ഗ്രാമീണർക്കും സൗജന്യ മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഉദയപൂരിലെ GBH ഹോസ്പിറ്റലിലെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർ 250-ലധികം ആളുകളുടെ മെഡിക്കൽ ചെക്കപ്പിന് സ്വമേധയാ നേതൃത്വം നൽകി. ഇവരുടെ അസുഖങ്ങൾക്കുള്ള മരുന്നും സൗജന്യമായി നൽകി. ശ്രീ സുഭാഷ് ജോർജ്, ശ്രീ വിവേക് അഗർവാൾ, ഡോക്ടർമാരായ നികുഞ്ച്, രാഹുൽ, ഹിരൺ, ചന്ദ്രവീർ, പ്രേരണ എന്നിവർക്ക് ആശ്രമം നന്ദി അറിയിക്കുകയും ആശ്രമ മേധാവി റവറൻ ഫിലിപ്പോസ് റമ്പാൻ നിലവിലെ സർപ്പഞ്ചിനും മുൻ സർപ്പഞ്ചിനും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ബഹ്റൈൻ സെൻറ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ നൽകുന്ന പ്രഥമ മാർത്തോമൻ പുരസ്കാരം മാർ ക്ലെമീസ് വലിയ മെത്രാപ്പോലീത്തയ്ക്ക്. മലങ്കര ഓർത്തഡോക്സ് സഭ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 1950ാമത് വാർഷികം കൊണ്ടാടുമ്പോൾ ബഹ്റൈൻ ഇടവകയും അതിൽ പങ്കാളികളാകുന്നു. അതിൻ്റെ ഭാഗമായി മലങ്കര സഭയുടെ സീനിയർ മെത്രാപ്പോലീത്ത അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലെമീസ് വലിയ മെത്രാപ്പോലീത്തയ്ക്ക് അറേബ്യൻ നാട്ടിൽ നിന്ന് പ്രഥമ മാർത്തോമൻ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ഡിസംബർ 29 ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വെച്ച് നടക്കുന്ന ഇടവക ദിനത്തിൽ വലിയ മെത്രാപ്പോലീത്തയ്ക്ക് വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മലബാർ ഭദ്രാസനാധിപൻ അഭിമന്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപ്പോലീത്ത മാർത്തോമൻ പുരസ്കാരം ഏറ്റുവാങ്ങും. തുടർന്ന് നാട്ടിൽ വെച്ച് പരിശുദ്ധ കാതോലിക്കാ ബാവയും ഇടവക മെത്രാപ്പോലീത്തയും അഭിമന്യ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പോലീത്തയും ചേർന്ന് വലിയ മെത്രാപ്പോലീത്തയ്ക്ക് കൈമാറും. ഡിസംബർ 29 വെള്ളിയാഴ്ച നടക്കുന്ന ഇടവക ദിനത്തിൽ വൈകിട്ട് 4 മണി മുതൽ മെഗാ പാപ്പ റാലിയും രുചികരമായ വിവിധ ഫുഡ് സ്റ്റാളുകൾ, വിവിധ ആധ്യാത്മിക സംഘടനകളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും രാത്രി 8-ന് വിശുദ്ധ തോമാസ് ശ്ലീഹ എന്ന ബൈബിൾ ഡ്രാമാസ്കോപ്പ് നാടകവും ഉണ്ടായിരിക്കുന്നതായിരിക്കും എന്ന് ഇടവക വികാരിമാരും ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് സെക്രട്ടറിയും നിരണം ഭദ്രാസന മെത്രാപ്പോലീത്തയുമായ അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയെ സീറോ മലങ്കര ജ്ഞാനായ കോട്ടയം അതിരൂപത സഹായമെത്രാൻ അഭിമന്യ ഗീവർഗീസ് മാർ അപ്രയം തിരുമേനി തിരുവല്ല ബഥനി അരമനയിൽ സന്ദർശിച്ചു. മലങ്കര സഭയ്ക്ക് 4 പുതിയ റമ്പാന്മാർ കൂടി. ദേവലോകം അരമന ചാപ്പലിൽ വെച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്കാ ബാവ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന റമ്പാൻ സ്ഥാന ശുശ്രൂഷകളിൽ വെരി റവറൻ കുര്യാക്കോസ് റമ്പാൻ, വെരി റവറൻ മത്തായി റമ്പാൻ, വെരി റവറൻ ബെന്യാമിൻ റമ്പാൻ, വെരി റവറൻ യാക്കോബ് റമ്പാൻ എന്നീ 4 റമ്പാച്ചന്മാരെ വാഴിച്ചു. നഭാഭിഷിക്തരായ റമ്പാന്മാർക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് പ്രാർത്ഥനാശംസകൾ നേരുന്നു.
മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിലെ സീനിയർ വൈദികരായ റവറൻ ഫാദർ ജോൺ ഉറുമ്പിൽ, റവറൻ ഫാദർ ജോസഫ് തോലത്ത് എന്നിവരെ കുന്നംകുളം ഭദ്രാസനാധിപൻ അഭിമന്യ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പഴഞ്ഞി സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് കോർ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തി. കോർ എപ്പിസ്കോപ്പ സ്ഥാനാരോഹണ ശുശ്രൂഷയെ തുടർന്ന് അനുമോദന സമ്മേളനം നടത്തപ്പെട്ടു. നവ കോർ എപ്പിസ്കോപ്പമാർക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് പ്രാർത്ഥനാശംസകൾ നേരുന്നു. കോട്ടയം പഴയ സെമിനാരിയിലെ ആർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ഈവ് എസ്ട്രല്ല 23 നടത്തപ്പെട്ടു. പുതുപ്പള്ളി MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. സെമിനാരി പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ റെജി മാത്യു അധ്യക്ഷത വഹിച്ചു. വൈദിക ട്രസ്റ്റിയും സെമിനാരി അധ്യാപകനുമായ ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ മുഖ്യ സന്ദേശം നൽകി. തുടർന്ന് വൈദിക സെമിനാരി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വെണ്ണിക്കുളം സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ സ്ഥാപിച്ചിരുന്ന കൽവിളക്കും കുരിശും കഴിഞ്ഞ ദിവസം സാമൂഹിക വിരുദ്ധർ തല്ലിത്തകർത്തു. എത്രയും വേഗം ഇത് ചെയ്തവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആവശ്യപ്പെടുന്നു. സാമൂഹിക മാനസികാരോഗ്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് വേൾഡ് ഫെഡറേഷൻ ഫോർ മെൻ്റൽ ഹെൽത്ത് ഏർപ്പെടുത്തിയ ഏഷ്യ പസഫിക് അവാർഡ് കോട്ടയം മെഡിക്കൽ കോളേജ് മാനസികാരോഗ്യ വിഭാഗം തലവൻ ഡോക്ടർ വർഗീസ് പുന്നൂസിന് ഡിസംബർ 20 ബുധനാഴ്ച രാവിലെ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കൂറിലോസ് സമ്മാനിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭാംഗവും മുൻ മാനേജിംഗ് കമ്മിറ്റി അംഗവും വിവിധ സഭാസമിതികളിൽ അംഗവുമാണ് ഡോക്ടർ വർഗീസ് പി പുന്നൂസ്. വാകത്താനം വള്ളിക്കാട്ട് പണിക്കശ്ശേരിൽ കുടുംബാംഗവും വാകത്താനം ജെറുസലേം സെൻറ് മേരീസ് പള്ളി ഇടവകാംഗവുമായ ഡോക്ടർ വർഗീസ് പുന്നൂസ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പലായും സേവനം അനുഷ്ഠിക്കുന്നു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ബഹുസ്വര ഇന്ത്യയിൽ ഏകസ്വരം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ഭയവും നിശബ്ദതയും ശക്തിപ്പെടുന്നുവെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റും പ്രശസ്ത കവിയുമായ പ്രൊഫസർ കെ സച്ചിദാനന്ദൻ പറഞ്ഞു. ബഹുസ്വരത ശക്തിപ്പെടുത്തുന്നതിനായി ആത്മനവീകരണ നയങ്ങളും തന്ത്രങ്ങളും വളർത്തപ്പെടണം. ജനാധിപത്യവും സമഗ്രാധിപത്യവും തമ്മിലുള്ള സംഘർഷമാണ് വർദ്ധിക്കുന്നത്. ഫാസിസം വളരുന്നതിനാൽ ജനാധിപത്യം തകരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ചെയർ ഇന്ത്യ എന്ന ആശയം വെല്ലുവിളികളും കാഴ്ചപ്പാടുകളും എന്ന വിഷയത്തിൽ സോഫിയ സെൻറ്ററിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധി സർവകലാശാല സാമൂഹ്യ ശാസ്ത്ര ഗവേഷണ തുടർ പഠന കേന്ദ്രം അധ്യക്ഷൻ പ്രൊഫസർ ഡോക്ടർ KM സീതി അധ്യക്ഷത വഹിച്ചു. പൗലോസ് മാർ ഗ്രിഗോറിയോസ് ചെയർ ഡയറക്ടർ ഫാദർ ഡോക്ടർ KM ജോർജ്, പ്രശസ്ത എഴുത്തുകാരൻ ബാബു ജോൺ, ഫാദർ തോമസ് വർഗീസ് ചാവടിയിൽ, ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.